നമസ്കാരം. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടാം T20. ഈ മത്സരം നടക്കുന്നത് മുല്ലൻപൂരിലാണ്, ഛത്തീസ്ഗഡിൽ. പഞ്ചാബ് കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണിത്. ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ബിഗ് സ്കോറുകളൊന്നും വരുന്ന ഒരു ഗ്രൗണ്ടല്ല. ഒരു 170, 180 ആ റേഞ്ചിലൊക്കെയാണ് ആവറേജ് സ്കോർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കില്ല കഴിഞ്ഞ ഒന്നാം T20 പോലെ തന്നെ. ബോളേഴ്സിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ചും സ്പിൻ ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ പോലും വേരിയേഷൻസ് ഉള്ള കട്ടേഴ്സും അതുപോലെ തന്നെ നല്ല പേസ് വേരിയേഷൻസ് ഒക്കെ ഉള്ള ബോളേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഫസ്റ്റ് T20 കഴിഞ്ഞ ശേഷം പറയുകയാണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി, ഈ 3 എക്സ് ഫാക്ടേഴ്സാണ് ഇന്ത്യൻ ടീമിലേക്ക് ODI ടീമിൽ നിന്ന് T20യിലേക്ക് വന്നപ്പോഴത്തേക്ക് വന്ന് കയറിയിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ചും ഹർദിക് പാണ്ഡ്യയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സും എക്സ്ട്രാ ഓർഡിനറി ബോളിംഗാണ് നമ്മൾ ഫസ്റ്റ് T20യിൽ കണ്ടത്. അത് ഇന്ത്യൻ ടീമിന് കൊടുക്കുന്ന, വിത്തൗട്ട് ഹർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീം എങ്ങനെയാണോ അതിൻ്റെ ഒരു 10 മടങ്ങാണ് വിത്ത് ഹർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീം. ഇത് ടോട്ടൽ ബാലൻസ് ഓഫ് ദ ടീം ഭയങ്കരമായിട്ട് മാറുന്നു ഹർദിക് പാണ്ഡ്യ വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ മാച്ചിൽ ഹർദിക് പാണ്ഡ്യ വന്നപ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആ മിഡിൽ ഓർഡറിൽ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ക്ലച്ച് പ്ലേ ഹർദിക് പാണ്ഡ്യ കൊടുക്കുന്ന, ഇന്ത്യക്ക് കൊടുക്കുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. പോരാതെ തന്നെ അഭിഷേക് ശർമ്മ അടക്കമുള്ള ടോപ്പ് ഓർഡേഴ്സ്, അഭിഷേക് ശർമ്മയോ ഹർദിക് പാണ്ഡ്യയോ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ബോളിങ്ങിൽ വരുൺ ചക്രവർത്തി ആൻഡ് ജസ്പ്രീത് ബുംറ ഫോം ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പിടിച്ചേട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുൽദീപ് യാദവിനെയും കൂടെ കളിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ശിവം ദൂബെ പുറത്തിരുത്തിയിട്ട്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അതിന് സാധ്യത വളരെ കുറവാണ്. ഇന്ത്യൻ ടീമിൻ്റെ ഒരു 11 നോക്കുകയാണെന്നുള്ള അഭിഷേക് ശർമ്മ, സഞ്ജു സാംസണല്ല, ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അക്സർ പട്ടേൽ, ഹർദിക് പാണ്ഡ്യ, ജിതേഷ് ശർമ്മ. ദുബൈക്ക് പകരം വേണമെങ്കിൽ കുൽദീപ് യാദവിനെ കളിപ്പിക്കാം. ഹർഷ്ദീപ് സിംഗ്, ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി, ഇതായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11. ആൻഡ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോഴാണ് അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് നൽകി. ടോപ്പ് ഓർഡർ കഴിഞ്ഞ പ്രാവശ്യം വളരെ മിസ്ജഡ്ജ് ചെയ്തിട്ട് അവർ ബാറ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു 8 ഓവർ വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ ഒന്നാം T20. പക്ഷേ അവർക്ക് അതിന് സാധിച്ചില്ല. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. ഒരു 8 ഓവർ വരെ 10 ഓവർ വരെ മാക്സിമം. കഴിഞ്ഞ പ്രാവശ്യം അക്സർ പട്ടേലും അതുപോലെ തന്നെ തിലക് വർമ്മയും കളിച്ച ഇന്നിങ്സ് വളരെ വാല്യുബിൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ടോപ്പ് ഓർഡർ സൗത്ത് ആഫ്രിക്കയ്ക്ക് കളിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഡീകോക്കിന് പകരം റിക്കിൾട്ടൺ കളിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, ഇവരൊക്കെ കുറച്ചൊരു ന്യൂ ഏജ് ക്രിക്കറ്റ് ടീമായിട്ടൊരു ബന്ധമില്ലാത്ത അവർ കുറച്ച് കാലം കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അറ്റ്ലീസ്റ്റ് ഫോർ T20. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. റിക്കിൾട്ടൺ കളിക്കില്ല, അവർ ഡീകോക്ക് തന്നെ കളിപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡീകോക്ക്, മാർക്കം, ട്രിസ്റ്റൻ സ്റ്റബ്സ് നമ്പർ 3യിൽ വരുന്നത് ഒരു മാറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ നമ്പർ 3യിൽ നല്ല വേറൊരു ഓപ്ഷൻ കാണേണ്ടതുണ്ട്. നമ്പർ 4 ട്രിസ്റ്റൻ സ്റ്റബ്സ്, നമ്പർ 5 ശരിക്കും ഡെവോൾ ബ്രേവിസ് കളിക്കേണ്ടത്. പക്ഷേ നമ്പർ 4ലാണ് ഇപ്പോൾ ഡെവോൾ ബ്രേവിസ് കളിക്കുന്നത്. കുറച്ച് നേരത്തെയാണ് ഡെവോൾ ബ്രേവിസ് ഇറങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനുശേഷം ഡേവിഡ് മില്ലർ, മാർക്കോ യാൻസൺ, ജോർജ് ലിൻഡെ തീർച്ചയായിട്ടും കളിപ്പിക്കണം. ഒരു സ്പിന്നർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡൊണോവൻ ഫെറേര നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇത്രയും ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിന്നറാണ്, ബോളിങ്ങിനാണ് കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണ്ടത്. അതുകൊണ്ട് തന്നെ ജോർജ് ലിൻഡെ കളിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കോർബിൻ ബോഷും ടീമിനുള്ളിലേക്ക് വരണം. കോർബിൻ ബോഷ് നമ്മൾ ODIയിൽ കണ്ടാണ് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു നമ്പർ 8ൽ വന്നിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ടീമിന് കൊടുക്കുന്ന സ്ട്രെങ്ത്, അവിടെ ഒരു താങ്ങും തണലുമായിട്ടാണ് കോർബിൻ ബോഷ് ബാറ്റ് ചെയ്യുന്നത്. സോ ഒരു മസ്റ്റ് ഹാവ് പ്ലെയറാണ് കോർബിൻ ബോഷ്. അവിടെ കോർബിൻ ബോഷ് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് കേശവ് മഹാരാജ്, ഒബിയസ്ലി ലുങ്കി എങ്കിഡി ആൻഡ് ആൻഡ്രിച്ച് നോർക്കെ, ഇതായിരിക്കും എൻ്റെ ഒരു പ്ലേയിങ് 11. സൗത്ത് ആഫ്രിക്ക എങ്ങനെ ആയിരിക്കും പോകുന്നതെന്നുള്ളത് അറിയില്ല. ഇതായിരിക്കും അവർക്ക് ഏറ്റവും ബെസ്റ്റ്. പ്രത്യേകിച്ചും ജോർജ് ലിൻഡെ ക്യാൻ ബാറ്റ് ആൻഡ് ജോർജ് ലിൻഡെ നല്ല രീതിയിൽ സ്പിന്നിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മഹാരാജ് ആൻഡ് ജോർജ് ലിൻഡെ അവർക്കൊരു ഗുണമായിരിക്കും. മഹാരാജ ബെസ്റ്റിലല്ല ഇപ്പോൾ ODI നോക്കുകയാണെന്നുണ്ടെങ്കിലും T20 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാരാജ ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ല എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിൻഡെ എന്തെങ്കിലും ഒരു മാറ്റം സൗത്ത് ആഫ്രിക്കൻ ബോളിംഗ് ലൈനപ്പിൽ കൊണ്ടുവരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ രണ്ട് ടീമും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇന്ത്യക്ക് തന്നെയാണ് എഡ്ജ്. ഇന്ത്യ തന്നെയാണ് ടോപ്പിലിപ്പോൾ നിൽക്കുന്നത്. സൗത്ത് ആഫ്രിക്ക പ്രത്യേകിച്ചും ടോപ്പ് ഓർഡർ അത്ര ഒരു സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്യുന്നതായിട്ടോ അതിനൊരു താളം ഉള്ളതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബാറ്റിംഗ് പൊസിഷൻസിലാണ് ഇവരെല്ലാം കളിക്കുന്നതെന്ന് പോലും തോന്നുന്നില്ല. പ്രത്യേകിച്ചും ട്രിസ്റ്റൻ സ്റ്റബ്സ് നമ്പർ 3യിൽ കളിക്കുന്നു, ബ്രവീസ് നമ്പർ 4ൽ കളിക്കുന്നു. സോ 5ൽ കളിക്കേണ്ടതാണ് ബ്രവീസ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് വീണ്ടും. കാരണം അവിടെ 5ൽ കളിക്കുമ്പോഴാണ് താഴേക്ക് ഒരു ഫിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ നല്ല അഗ്രസീവായിട്ട് കളിക്കണം. പുള്ളിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. സോ അതായിരിക്കും കുറച്ചും കൂടെ ബ്രവീസിന് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ സെൻസിബിളായിട്ട് കളിക്കുന്ന ഒരു നമ്പർ 3 ബാറ്റ്സ്മാനെ നമ്പർ 4ലേക്ക് നമ്മുടെ ട്രിസ്റ്റൻ സ്റ്റബ്സും കൂടെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെടും. ഡീകോക്കിന് പകരം റിക്കിൾട്ടൺ ആണെന്നുണ്ടെങ്കിൽ T20യിൽ തീർച്ചയായിട്ടും പുതിയ, ഇപ്പോൾ ഇന്ത്യ തന്നെ നോക്കിക്കുക, ഇന്ത്യ പഴയ പ്ലേയേഴ്സിനെ എല്ലാം വിട്ടിട്ട് പുതിയ ന്യൂ ജനറേഷൻ പ്ലേയേഴ്സിനെയാണ് കളിക്കുന്നത്. സോ സൗത്ത് ആഫ്രിക്ക ഷുഡ് ഓൾസോ ഡൂ ദാറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതാണ് പിച്ചിൻ്റെ കണ്ടീഷൻസ് വെച്ച്
ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഇന്ത്യയുടെ ഹർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു രക്ഷ കാണത്തില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക്. സോ ഒബിയസ്ലി എഡ്ജ് ഈസ് ഫോർ ഇന്ത്യ. സൗത്ത് ആഫ്രിക്ക നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് പറ്റും. കഴിഞ്ഞ മാച്ചിലെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഫീൽഡഡ് വെൽ, ബോൾഡ് വെൽ, പക്ഷേ ബാറ്റിങ്ങിലാണ് പ്രശ്നം പറ്റിയത്. ബോളിങ്ങിൽ അവർക്ക് ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു എക്സ് ഫാക്ടർ വന്നിട്ട് അവർ നിരത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഇന്ത്യയെ പിടിച്ച് കെട്ടിയേനെ. പക്ഷേ ബാറ്റിങ് അവരുടെ തന്നെ മിസ്റ്റേക്കാണ്, അത് അവർ തിരുത്തിയേ പറ്റൂ. കുറച്ച് സെൻസിബിളായിട്ട് ടോപ്പ് ഓർഡർ, പ്രത്യേകിച്ച് മാർക്രം സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്യണം. അവിടെ ഒരു 8 hours to 10 hours വിക്കറ്റ് അധികം നഷ്ടപ്പെടാതെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ ഹർദിക് പാണ്ഡ്യ കളിച്ച പോലെ ഒരു ഇന്നിങ്സ് ബ്രെവിസിനോ അല്ലെങ്കിൽ ട്രിസ്റ്റൻ സ്റ്റബ്സിനോ യാൻസനോ ബോഷിനോ ഒക്കെ കളിക്കാനായിട്ട് പറ്റും. സോ ആ ഒരു സെൻസിബിളായിട്ടുള്ള ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് ശക്തമായിട്ട് ഈ മാച്ചിൽ തിരിച്ചു വരാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ കോമ്പറ്റീഷനുള്ള ഒരു മാച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.